ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നയനയെ കാണിക്കുകയാണ്. അപ്പം നയന ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്തൊന്നും നന്ദു ഫോൺ എടുക്കുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ നയനയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടം. ആദർശേട്ട വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, ആദർശേട്ട അവളത് എങ്ങോട്ട് പോയെന്നൊരു എത്തുംപിടിയും കിട്ടുന്നില്ലല്ലോ ആദർശേട്ട. അപ്പോൾ നമ്മുടെ ഈ ആദർശാണെങ്കിൽ അല്ല അനിയും വന്നിട്ടില്ലല്ലോ, ഇനി അനിയോടൊപ്പം വല്ല കറങ്ങി നടക്കുമായിരിക്കും നന്ദു. ആദർശേട്ടാ, അങ്ങനെ ഒരു സംശയം എനിക്കും ഇല്ലാതെ ഇല്ല, അനിയും ഇല്ല നന്ദുവും ഇല്ല. അപ്പം എന്താണ് നമ്മൾ മനസ്സിൽ കരുതേണ്ടത്? അവർ രണ്ടുപേരും കൂടി എങ്ങോട്ടോ പോയെന്നല്ലേ? നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കും നയന, നമുക്കൊന്ന് അന്വേഷിക്കാം എന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടി പാഞ്ഞു പോവുകയാണ്. വണ്ടി എടുത്തിട്ട് പോവുകയും ചെയ്യാണ്. ഈ സമയം തന്നെ നമ്മുടെ നന്ദുവും അനിയും കൂടി ഇങ്ങനെ വഴിയിൽ നിന്ന് മാറിയിട്ടില്ല. അവരവിടെ തന്നെ ഇങ്ങനെ സംസാരിക്കുക. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ലടാ, ഇനി ഏതറ്റം വരെയും പോകുമെന്ന് എനിക്കറിയില്ല. എനിക്കാണെങ്കിൽ വീട്ടിലേക്ക് പോകാനും തോന്നുന്നില്ല. ഞാനാണെങ്കിൽ പിണങ്ങി വന്നിരിക്കുകയും ചെയ്യുകയാണല്ലോ. ഇനിയിപ്പോൾ ഈ നവീനേട്ടൻ അവിടെ എത്തിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വല്ലാത്തൊരു മടി വീട്ടിലേക്ക് കയറി ചെല്ലാനൊക്കെ എന്നൊക്കെ ഇങ്ങനെ നന്ദു പറയുകയാണ്. അപ്പം നമ്മുടെ അനിയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്കെടി പൊന്മുടിയിലേക്ക് അങ്ങോട്ട് വിട്ടാലോ എന്ന് ചോദിക്കുമ്പോൾ പൊന്മുടിയിലേക്കോ? എന്തിന് പൊന്മുടിയിലേക്ക് വിടുന്നു? അല്ല, ഏതായാലും നീ വീട്ടുകാരോട് പിണക്കത്തിലാണല്ലോ, ആ സമയത്ത് നമുക്ക് പൊന്മുടിയിലേക്ക് വിട്ടാലെന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദു ആകെ ടെൻഷനായി നിൽക്കുക. ഇതേ സമയം തന്നെ പോലീസുകാർ വണ്ടിയൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ഓരോ വണ്ടികളും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതേ ആദർശ് നയനയുടെ വണ്ടി വരുന്നത്. അപ്പോൾ ആദർശ് പറയുകയാണ്, ഞാനേതായാലും അവരോടൊന്ന് പോയി ചോദിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഇവരോട് ചെന്ന് ചോദിക്കുകയാണ്, അതെ നന്ദു ഒന്ന് ഓഫീസിൽ വന്നായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴേക്കും അയ്യോ ഇല്ലല്ലോ സാറേ, അതെ ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് പോയല്ലോ, എന്താ സാറേ എന്ന് ചോദിക്കുമ്പോൾ അല്ല നന്ദു ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. ആണോ മേഡം വീട്ടിലെത്തിയിട്ടില്ല ഇതുവരെയായിട്ടും? അല്ല സാറിൻ്റെ അനിയൻ വീട്ടിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എൻ്റെ അനിയൻ വീട്ടിലില്ല. എങ്കിൽ പിന്നെ സാറെ ഡൗട്ട് അടിക്കാനൊന്നുമില്ല, സാറിൻ്റെ അനിയനൊപ്പം തന്നെ ഉണ്ടാവും നന്ദു മേഡം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചുമ്മാ അനാവശ്യം പറയാൻ നിൽക്കരുത്, തന്നോട് ചോദിച്ചതിനുള്ള മറുപടി മാത്രം പറഞ്ഞാൽ മതി, താൻ കൂടുതലൊന്നും വളച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് നേരെ വണ്ടിയിലേക്ക് കയറുകയാണ്. അപ്പോൾ പോലീസുകാർ ഇവരാണെങ്കിൽ അനിയനെക്കുറിച്ച് പറഞ്ഞത് ചേട്ടനങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, നമ്മൾ സത്യാവസ്ഥയാണ് പറഞ്ഞത്, അവർക്കൊന്നും അതിൻ്റെ സത്യാവസ്ഥ അറിയില്ലല്ലോ. അപ്പോൾ നയനയാണെങ്കിൽ എന്ത് പറഞ്ഞാൽ പോലീസുകാരൻ ചോദിച്ചപ്പോഴേക്കും ഇല്ല നന്ദു ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് അവിടെ നിന്ന് പോയെന്നാണ് പറഞ്ഞത്, പിന്നീട് വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ അതിനിടയിലേ അയാളൊരു കാര്യം എന്നോട് പറഞ്ഞു, നിങ്ങളുടെ അനിയൻ വീട്ടിലകത്തുണ്ടോ എന്നാണ് ചോദിച്ചത്. ഞാൻ ഇല്ലയെന്ന് പറഞ്ഞപ്പോഴേക്കും എങ്കിൽ പിന്നെ അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചായിരിക്കുമെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്താ ആദർശേട്ടാ ഇത്, എനിക്കും അങ്ങനെ ഒരു ഡൗട്ട് ഇല്ലാതെ ഇല്ല ആദർശേട്ടാ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അവളെ പോയി എവിടെ പോയി അന്വേഷിക്കും? വീട്ടിൽ നിന്ന് വഴക്കിട്ടിട്ട് ഇങ്ങനെയൊക്കെ മാറി നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ ആദർശേട്ടാ? എനിക്കാണെങ്കിൽ ആകെ ടെൻഷൻ ആവുന്ന ആദർശേട്ടാ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുക. ഈ സമയം തന്നെ നമ്മുടെ നന്ദുവും അനിയും കൂടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നീ ഏതായാലും നയനേട്ടത്തി ഒന്ന് വിളിക്കുക, വിളിച്ചിട്ട് പറ ഞാനൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്, ഇന്ന് വരില്ല എന്നൊക്കെ പറ. അയ്യോടാ അനിയടാ അങ്ങനെ വേണോടാ, എടാ ഒരു ദിവസമൊക്കെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ടെൻഷൻ ആവൂലേ, അവർക്ക് പേടിയാവില്ലേ, അവർ അന്വേഷിച്ച് കിടക്കൂലേ. അതാ പറഞ്ഞത്, നീ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാന്ന് പറ, നാളെ രാവിലെ എത്തിക്കോളാം, ഇന്ന് ഏതായാലും ഇത്ര ലേറ്റ് ആയില്ലേ, ഞാൻ ഏതായാലും അങ്ങോട്ട് വരുന്നില്ല എന്ന് അങ്ങോട്ട് പറഞ്ഞാൽ മതി, നയനേച്ചിയെ വിളിച്ച് നീ പറഞ്ഞാൽ മതി എന്ന് പറയണോ അങ്ങനെ നീ പറ, നമുക്ക് പൊന്മുടിയിലേക്ക് പോകാം എന്ന് പറയാം. അപ്പോൾ നന്ദു ആണെങ്കിൽ അനി പറഞ്ഞതുപോലെ തന്നെ നയനയെ വിളിക്കുകയാണ്. അപ്പോൾ നയനയുടെ ഫോണിലേക്ക് നന്ദുവിൻ്റെ കോള് വരിക. കോള് കഴിഞ്ഞപ്പോഴേക്കും അതേ നന്ദു ആണല്ലോ വിളിക്കുന്നത്, ഇപ്പം എടുക്ക് പെട്ടെന്ന് എടുക്ക് ഫോണ് എന്നിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ തന്നെ നയന ഫോൺ എടുത്തിട്ട് മോളെ നീ എവിടെയാ മോളെ, നീ എന്തിനാണ് ഇങ്ങനെ എന്നെ ഞങ്ങളെ പേടിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അത് പിന്നെ ചേച്ചി അല്ല, നീ അച്ഛനും അമ്മയും ഇങ്ങനെ വേദനിപ്പിച്ചിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അത് പിന്നെ അച്ഛനും അമ്മയും എന്നോട് ആ രീതിയിലാണ് സംസാരിച്ചത്, എൻ്റെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്, അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ഇപ്പം ഞാൻ ചേച്ചിയെ വിളിച്ചതേ, ഞാനിന്ന് അങ്ങോട്ട് വരില്ല, വീട്ടിലേക്ക് വരില്ല, പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്ന് പറയുകയാണ്. ഫ്രണ്ടിൻ്റെ വീട്ടിലോ? അപ്പോൾ നീ വരില്ലേ? ഇല്ല, നാളെ രാവിലെയേ ഞാൻ വരുള്ളൂ കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവിടെ ഫോൺ കട്ടാക്കുകയാണ്. നയനെ കൊണ്ട് കൂടുതൽ സംസാരിപ്പിക്കാനൊന്നും നന്ദു തയ്യാറായില്ല. അങ്ങനെ നയന പറയാണ്, ആദർശേട്ടാ കേട്ടില്ല ആദർശേട്ടാ, അവളിന്നും വരില്ല എന്ന്, അവൾ ഫ്രണ്ടിൻ്റെ വീട്ടിലാണെന്നാ
അവൾ പറയുന്നത്. എന്ത് ചെയ്യണം ആദർശേട്ടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഫ്രണ്ടിൻ്റെ വീട്ടിലാണെങ്കിൽ അവിടെ നിന്നോട്ടേന്നേ, അവൾക്ക് ചിലപ്പോൾ അച്ഛനമ്മയും പറഞ്ഞത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി കാണും, അതുകൊണ്ടായിരിക്കും. അവൾ രാവിലെ തന്നെ എത്തിക്കോളും. ഇനിയിപ്പോൾ അനി വല്ലതും കൂടെ ഉണ്ടാവും. അങ്ങനെയൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മുടെ നന്ദുവും അനിയേയും കാണിക്കുകയാണ്. അപ്പോൾ നന്ദു പറയണം, എടാ പൊന്മുടിയിലേക്കും എല്ലാം പോകണോ, ഇവിടെ വല്ലയിടത്ത് റൂം എടുത്താൽ പോരെ എന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്തിനാ നീ പേടിക്കുന്നത്, നമുക്ക് രാവിലെ തന്നെ വരാം, ഇവിടെ റൂം എടുത്താലൊന്നും ശരിയാവില്ല, നമുക്ക് പൊന്മുടിയിലേക്ക് തന്നെ പോകാം, നിനക്ക് എൻ്റെ ഒപ്പം വരാനായിട്ട് പേടിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് പേടിയൊന്നുമില്ല, എനിക്കാണെങ്കിൽ ഒട്ടും പേടിയില്ല, കാരണം ആരെങ്കിലും ഇടിക്കാനൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഇടിച്ച് മടക്കി കൈ കൊടുക്കുമല്ലോ എൻ്റെ പെണ്ണ് നല്ലൊരു സ്മാർട്ട് പെണ്ണാണെന്ന് എല്ലാവരും അറിയട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ നന്ദുവിന് അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വളരെയേറെ സന്തോഷം തോന്നുകയാണ്. അങ്ങനെ വാ, നമുക്ക് വിട്ടാലോ, പൊന്മുടിയിലേക്ക് വിട്ടാലോ, അതെ പെട്ടെന്ന് പോകണം, ആ സമയത്ത് മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാണ്, എന്നാലും നീയല്ലേ കൂടെയുള്ളത്, അപ്പോൾ അത് വലിയൊരു രീതിയിൽ എന്നെ ബാധിക്കുകയൊന്നുമില്ല, നീ വണ്ടി കയറ് എന്നും പറഞ്ഞുകൊണ്ട് നന്ദു വണ്ടി കയറുകയാണ്. ഇവർ രണ്ടുപേരും കൂടി വിട്ടയച്ച് അങ്ങോട്ട് പോവുകയും ചെയ്യാണ്, നമ്മുടെ ആ ഹോട്ടലിലേക്ക് പോവുകയും ചെയ്യണം. അപ്പോൾ ഇതേ സമയം തന്നെ അച്ഛനും അമ്മയും കാണിക്കുകയാണ്. അച്ഛനാണെങ്കിൽ ആകെ ടെൻഷൻ നിൽക്കുകയാണ്. എന്താ ഇത്, നന്ദുവിനെ വിളിച്ചിട്ട് ഫോണും കിട്ടുന്നില്ല, അവൾ എവിടെയാണെന്ന് ഒരു വിവരവും ഇല്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടുള്ളൊരു അവസ്ഥയിലാണല്ലോ എൻ്റെ ദൈവമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ ടെൻഷൻ. അങ്ങനെ ആകെ ടെൻഷൻ നിൽക്കണം. ഗോവിന്ദേട്ട എനിക്കും ആകെ ടെൻഷനാണെന്ന് വെച്ചാൽ അവളോട് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു എന്ന് വിചാരിച്ച്, അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് വിചാരിച്ച് അവളിങ്ങനെ ഇറങ്ങിപ്പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇനിയിപ്പോൾ നവീൻ മോൻ ഇവിടെ വന്നു, അവളെ കല്യാണം ആലോചിച്ചു, പക്ഷേ ദൈവമേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, മോളെക്കുറിച്ച് ആലോചിച്ചിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഗോവിന്ദേട്ടാ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു ഇത് മുടക്കാനായിട്ട് നമുക്ക് പാടില്ല എന്നിവിടെ സംസാരിക്കാം. പിന്നീട് കാണിക്കുന്നത് അങ്ങനെ അനിയും നന്ദും കൂടി ആ ഒരു വീട്ടിലേക്ക് എത്തിയിരിക്കുക, ഗസ്റ്റ് ഹൗസ് അവിടെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ സെക്യൂരിറ്റി വന്നിട്ട്, എൻ്റെ പൊന്ന് സാറേ ഇത് ഒരുപാട് ലേറ്റ് ആയല്ലോ, നാളെ രാവിലെ തന്നെ പോകണ്ടേ സാറേ? നാളെ രാവിലെ തന്നെ പോകണം. എന്താ സാറേ ഇത്ര ലേറ്റ് ആയത്? കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നടോ. സാറേ ഭക്ഷണമൊക്കെ കഴിച്ചോ? ഭക്ഷണമൊക്കെ കഴിച്ചു, ഞങ്ങൾക്ക് റൂമിൽ തങ്ങിയിട്ട് പെട്ടെന്ന് രാവിലെ തന്നെ പോകണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സെക്യൂരിറ്റി നേരെ നന്ദുവിനെ അടിമുടിയൊന്ന് നോക്കുകയാണ്. എന്താ സാറ് പല പ്രാവശ്യം ഇവിടെ വരുമ്പോൾ സാറിൻ്റെ കൂട്ടുകാരായിട്ടാണല്ലോ വരുന്നത്, ഇത് പെണ്ണിനെയും കൊണ്ട് വന്നത് ഇത് ആദ്യമായിട്ടാണല്ലോ സാറേ, എന്ത് പറ്റി സാറേ പെണ്ണിനെയും കൊണ്ടൊക്കെ വരല്? എടോ താനേ വേണ്ടാത്ത കണ്ണ് വെച്ചൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതെൻ്റെ വുഡ്ബിയാണ്. ഓഹോ മനസ്സിലായി സാറേ, വുഡ്ബിയാണെന്ന്. അപ്പോൾ ഇത് കേട്ട നന്ദുവാണേൽ എന്താടോ തനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനിക്കൊരു ഡൗട്ടും ഇല്ല മാഡം, ഞാൻ എന്തിനാ ഡൗട്ട് അടിക്കുന്നത്? അല്ല, തൻ്റെ ചോദ്യത്തിൽ ഒരു ഡൗട്ട് ഉള്ളത് പോലെയാണല്ലോ എനിക്ക് തോന്നിയത്. അതൊക്കെ മാഡത്തിൻ്റെ വെറും തോന്നൽ. അപ്പോൾ റൂമൊക്കെ റെഡിയാണോ? മണിയറ റെഡിയാണ് സാറേ. മണിയറയോ? അല്ല, റൂമെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണെന്നാണ് ഞാൻ പറഞ്ഞത്. താനേ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കേ 2 റൂമാണ് വേണ്ടത്, മനസ്സിലായല്ലോ? അയ്യോ എൻ്റെ പൊന്നു സാറേ, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഈ വീട്ടിൽ എത്ര പേർക്ക് വേണമെങ്കിലും താമസിക്കാമല്ലോ എൻ്റെ സാറേ, അതുകൊണ്ട് കുറേ റൂമുകളുണ്ട്, റൂമെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം സാറേ, സാറ് കയറിയാട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും അവിടത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴേക്കും നന്ദു റൂം അല്ലെങ്കിൽ നോക്കി കഴിഞ്ഞപ്പോഴേക്കും നന്ദുവിന് ആകെ ടെൻഷൻ ആയതേ. അനി ഇതൊക്കെ സെറ്റാകും, അനി എന്താ സെറ്റാവാതിരിക്കാൻ, ഇതൊക്കെ സെറ്റാകും, കുഴപ്പമൊന്നുമില്ല, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയാം. നിൻ്റെ റൂമായിട്ട് ഇത്, നീ ഇവിടെ കിടന്നാൽ മതി എന്ന് പറയാം. ഇപ്പം തന്നെ മണി 12:30 പെട്ടെന്ന് ഉറങ്ങണ്ടേ, നമുക്ക് രാവിലെ പോകണ്ടേ? ഇപ്പം തന്നെ ഉറങ്ങാനൊന്നും പറ്റിയൊന്നുമില്ല, നമുക്കേ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഉറങ്ങിയാൽ മതി. ഇത് ഹൈ റേഞ്ച് ആണല്ലോ, ആ സമയത്തെ ഇവിടെ നല്ല ഓൾറെഡി തണുപ്പുണ്ട്. അപ്പോൾ അതേ മഴയും കൂടി പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തണുപ്പാണ്. അതുകൊണ്ട് ഇവിടെ തീ കായുന്ന സ്ഥലമുണ്ട്, അവിടെ പോയി നമുക്ക് തീയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞിട്ട് സാവധാനം കിടന്ന് ഉറങ്ങിയാൽ മതി. നീ ഏതായാലും പോയി ഫ്രഷ് ആയിട്ട് വാ. പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. എന്ത് പ്രശ്നം ഉണ്ടാകാൻ? അല്ലെങ്കിലും ആരെങ്കിലും ഇവിടെ മല്ലിന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പെണ്ണ് അവരെല്ലാം ഇടിച്ച് നിരപ്പാക്കൂലേ? അത്രയും പോരെ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? അല്ല സെക്യൂരിറ്റി എന്തെങ്കിലും അയാളെ കൊണ്ടൊന്നൊരു പ്രശ്നവുമില്ല, വാതിലൊക്കെ അടച്ചു പൂട്ടിയിട്ട് പോയി ഫ്രഷ് ആയിട്ട് വാ, അതായിരിക്കും നല്ലത് എന്ന്. ശരിയടാ നീ എന്നും പറഞ്ഞുകൊണ്ട്
അനി നേരെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. നന്ദു റൂമൊക്കെ അടച്ച് ഫ്രഷ് ആകാനായിട്ട് പോവുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ കനകത്തെ കാണിക്കുകയാണ്. അപ്പോൾ കനകമാണെങ്കിൽ ഗോവിന്ദനോട് പറയുകയാണ്, അതെ നയന മോളെ നന്ദു വിളിച്ചായിരുന്നു എന്ന്. എന്നിട്ട് എന്താ പറഞ്ഞത്? അവളിന്ന് വരില്ല, അവളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. എന്താ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി നിൽക്കുന്നതൊക്കെ ചോദിച്ചപ്പോഴേക്കും അമ്മയച്ഛനും കൂടി എന്നെ രാവിലെ അതേപോലെയല്ലേ സംസാരിച്ചത്, അതുകൊണ്ട് ആ ഒരു ദേഷ്യത്തിലാണ് ഞാൻ ഇറങ്ങിപ്പോയത് എന്നൊക്കെയാണ് നയന മോൾ എന്നോട് പറഞ്ഞത്. കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഓ അങ്ങനെയാണോ, അങ്ങനെയാണെങ്കിൽ ഈ നന്ദുവിൻ്റെ കൂടെ അവരൊക്കെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചപ്പോഴേക്കും അവരെ ആര് കൂടെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ആ അനി നന്ദുവിൻ്റെ കൂടെ ഇല്ലാതിരുന്നാൽ മാത്രം മതി. അതുമാത്രമാണ് എൻ്റെ ഒരു പേടി. ആ ജ്യോത്സ്യം പറഞ്ഞതുപോലെ തന്നെ നടക്കരുതല്ലോ. ഇനി ഏതായാലും നന്ദുവിന് വേണ്ടിയുള്ള വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തു കൂട്ടണം. നന്ദുവും ആ നവീനും തമ്മിൽ ഒന്നിക്കാനുള്ള എല്ലാ വഴിപാടുകളും ചെയ്യണം. അവ രണ്ടുപേരും നല്ല ചേർച്ചയാണ്. അല്ല എന്നാലും ഈ അനിയും നന്ദുവും കൂടി എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. അവർ തമ്മിൽ ഇഷ്ടമുണ്ടെന്നൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ അറിയാലോ. അനിയാണെങ്കിലും മുത്തശ്ശിൻ്റെ മുഖത്ത് നോക്കി പറയുകയും ചെയ്തു, നന്ദുവിനല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കില്ലെന്ന്. ഗോവിന്ദേട്ടാ, യാതൊരു കാരണവശാലും ഇനി നമ്മുടെ ഈ മോളെയും കൂടി ആ വീട്ടിലേക്ക് വിടാനായിട്ട് ഞാൻ ഒരുക്കുമല്ല. ഇനി അവരുടെ മുന്നിൽ തല കുനിച്ച് നിൽക്കാനൊന്നും പറ്റില്ല ഗോവിന്ദേട്ടാ എന്നൊക്കെ പറയാണ്. അതൊക്കെ എനിക്ക് മനസ്സിലാക്കാവുന്ന കാര്യം തന്നെയാണ് കനകം. ഒരിക്കലും ആ ബന്ധം നടക്കാനായിട്ട് നമ്മൾ അനുവദിക്കരുത്. എത്രയും പെട്ടെന്ന് നവീനും അതേപോലെ തന്നെ നന്ദുവും തമ്മിലുള്ള കല്യാണം നടക്കണം. നവീൻ്റെ അമ്മയ്ക്കും സമ്മതമാണെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ലല്ലോ, ആ കല്യാണം എത്രയും പെട്ടെന്ന് നടത്താം. ഏതായാലും നവീൻ്റെ അമ്മയുടെയും കൂടി മനസ്സ് മാറണേന്ന് നമുക്ക് ദൈവത്തോട് മനസ്സൊരുക്കി പ്രാർത്ഥിക്കാം, അല്ലാതെ വേറൊരു നിവൃത്തിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ്. അപ്പോൾ ദേവയാനി ഇങ്ങനെ മക്കൾ വരാത്തതുകൊണ്ട് ഇങ്ങനെ കാവൽ കെട്ടി ഇങ്ങനെ നോക്കി നിൽക്കുക. ആ സമയത്ത് ആദർശ് നയനയും കൂടി വരുന്നു. അപ്പോൾ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ദേവയാനി ചാടി എണീറ്റിട്ട്, മക്കളെ നിങ്ങൾ എവിടെ പോയതാ മക്കളെ, എത്ര നേരമായി? അത് പിന്നെ അമ്മേ, അതെ ഇവളുടെ വീട്ടിൽ നിന്ന് ഒരു കോള് വന്നു, നന്ദുവിനെ കാണാനില്ല എന്നും പറഞ്ഞുകൊണ്ട്. നന്ദുവിനെ തിരക്കി ഇറങ്ങിയതാ. നന്ദുവിനെ കാണാനില്ലെന്നോ? അവളെവിടെ പോയി? വീട്ടിൽ ഇന്നൊരു പ്രശ്നം ഉണ്ടായി, കുറേ ചോദ്യങ്ങളെല്ലാം ചെയ്തു. നന്ദുവിന് അത് ഇഷ്ടപ്പെട്ടില്ല. നന്ദു ആണെങ്കിൽ അമ്മയോട് അച്ഛനോട് പിണങ്ങി നേരെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പിന്നീട് അവൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ച്, വിളിച്ചിട്ട് എടുക്കുന്നുമില്ല, അവൾ തിരിച്ച് വിളിക്കുന്നുമില്ല. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ അമ്മയ്ക്കും അച്ഛനും ഭയങ്കര സങ്കടം. അങ്ങനെ അവർ രണ്ടുപേരും കൂടി നന്ദു അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നൊക്കെ പറയുകയാണ്. ഇത് വല്ലാത്തൊരു കഷ്ടമാണല്ലോ. അമ്മ ഇവിടെ അനി വന്നോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇല്ല, അനി എത്തിയിട്ടില്ലല്ലോ. അനിയും എത്തിയിട്ടില്ലേ? ഇനി മോനെ നന്ദു അനിയോടൊപ്പം വല്ലതും ആയിരിക്കും. അത് ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അവൾ കുറച്ചു മുമ്പ് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവളെ ഫ്രണ്ടിൻ്റെ വീട്ടിലെന്നൊക്കെയാണ് പറയുന്നത്. ഈ ഫ്രണ്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ അനിയുടെ കൂടെ ആയിരിക്കും. എന്തായാലും ഈ അനിയാണെങ്കിൽ അച്ഛൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതല്ലേ നന്ദുവിനല്ലാതെ വേറൊരു പെണ്ണിനെയും കല്യാണം കഴിക്കാനായിട്ട് തനിക്ക് താല്പര്യമില്ല എന്ന്. അപ്പം പിന്നെ അനി നന്ദുവിനോടൊപ്പം പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ മോനെ എന്നൊക്കെ പറയണം. അതെ അമ്മേ, ആ ഒരു ടെൻഷന് ഞങ്ങൾക്കും ഉണ്ട് അമ്മേ. പക്ഷേ ഞങ്ങൾക്ക് ആഗ്രഹം തന്നെയാണ് അനിയെയും നന്ദുവിനെയൊക്കെ ഒന്നിപ്പിക്കാൻ വേണ്ടി. പക്ഷേ എന്ത് ചെയ്യാനാണ്, അത് സാധിക്കില്ലല്ലോ. അപ്പോഴേക്കും നയനയാണെങ്കിൽ അതെ സാധിക്കില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്നത്. അത് സാധിക്കില്ലല്ലോ. പിന്നെ വേറൊന്നുമല്ല മക്കളെ, ഈ നമ്മുടെ അനിയുടെ അമ്മയാണെങ്കിലും ഒരിക്കലും നന്ദുവിനെ മരുമകളായിട്ട് സ്വീകരിക്കാനായിട്ട് സമ്മതിക്കില്ല. അങ്ങനെ വല്ലതും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളാണെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് യാതൊരു കാരണവശാലും നന്ദു വീട്ടിലേക്ക് കയറാനായിട്ട് സമ്മതിക്കില്ല എന്നൊക്കെ പറയാം. നമുക്കും ആഗ്രഹമൊക്കെ ഉണ്ട് അവർ രണ്ടുപേരും ഒന്നിപ്പിക്കാനായിട്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കി വെക്കുക, അത്രയും മാത്രമേ ഉള്ളൂ എന്ന് ഇവരും പറയാം. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ ബൈ.